ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമായിരിക്കൂലേ? എനിക്കിവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാഹ്, ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പം ഇതിപ്പോൾ ഒരു റെസിപ്പി ആയിട്ട് ഞാൻ കാണിക്കുകയൊന്നുമല്ല. അങ്ങനെയാണ് ഞാൻ ആശ്രയിക്കുന്നൊരു വീഡിയോ ഓൺ വോയിസ് ആയിട്ട് വന്നപ്പോൾ ഇതങ്ങനെ ഒരു വരാമെന്ന് വിചാരിച്ചപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കത്തിനൊരു ഇത് വേണ്ടേ. വെറുതെ ഞാൻ പ്ലേറ്റിൽ ഇങ്ങനെ ദോശ ഇട്ടുന്നതിന് ഒരർത്ഥമല്ലല്ലോ. അപ്പം പിന്നെ ഇതാണ് നമ്മളെ ദേശീയ ഭക്ഷണം, ദോശ. പച്ചരി അങ്ങ് രാത്രി അടുപ്പത്തിടുക, വെള്ളത്തിലിടുക, രാരം വെളുക്കുമ്പോൾ അരക്കുക, അങ്ങ് വലിച്ചങ്ങ് ചുടുക. ഏത് കറിക്കും കൂട്ടട്ടോ. ഇപ്പം എല്ലാവർക്കും അറിയണത് തന്നെയാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊന്നും ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ദോശയൊക്കെ ചുട്ട് സ്കൂളൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ നീട്ടിയാണ്. ചില സ്ഥലത്ത് ഇതിന് കലക്കിപ്പാർന്നത് പറയും, കലക്കിപ്പാർന്നപ്പം. ചില സ്ഥലത്ത് ഇതിന് നീര് ദോശ, നമ്മൾ ദോശ എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞാൽ ഈ രാത്രിക്കത്തെ മുളകിട്ട മീൻ കറിയൊക്കെ എടുത്തിട്ട് കൂട്ടിയിട്ട് നേരം വെളുക്കുമ്പോൾ തിന്നണം. അതാണ് ഇതിൻ്റെ ഒരു ഭയങ്കര ഒരു ടേസ്റ്റാണത്, പറഞ്ഞറിയിക്കാൻ പറ്റും. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഈ കറിക്ക് പറഞ്ഞാൽ ഈ പൊരിഞ്ഞിട്ട് ചാറ് വേണമെന്നൊന്നുമില്ലല്ലോ. നമുക്ക് പള്ളക്ക് പൈക്കുണ്ടെങ്കിൽ ലേസം എന്താക്കും, ഒരു കട്ടൻ ചായക്ക് ഒന്ന് ചൊട്ടി ഒന്ന് വായിൽ ചൊട്ടി കൂട്ടിയിട്ടൊന്ന് വായിലിടാനേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ഇതൊക്കെയാണ്. അപ്പോൾ പറയും, ഇതൊക്കെ അറിയല്ലോ റഹ്മത്താത്ത, പിന്നെന്തിനാ അത് കാണിക്കണേ അറിയും. എന്നാലും കടക്കട്ടേന്ന് അറിയാത്തവരൊക്കെ, ഇതിപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പോൾ ആരൊക്കെ കാണുന്നുണ്ടെന്നില്ല ഇപ്പോൾ അറിയില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ അറിയുന്നവർ ഇങ്ങനെ തിന്നണ കാണുമ്പോൾ വെള്ളം ഒഴിച്ച് കുത്തിരുന്നോട്ടെ അല്ലേ. ഇപ്പോൾ നല്ല മുളകിട്ട കറിയാണ്, തലേന്ന് രാത്രിക്കത്തെ കറിയാണ് കേട്ടോ. നല്ലൊരു മുളകിട്ട കറിയും നീര് ദോശയും അടിപൊളി കോമ്പിനേഷനാണ്. ബീഫ് കറിയാണെങ്കിലും ചിക്കൻ കറിയാണെങ്കിലും ചട്നി ആണെങ്കിലും തക്കാളി കറി, ഏത് കറിയും ഇവനക്ക് ഷൂട്ടാവും. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ കേട്ടോ, സബ്സ്ക്രൈബ് കാണാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ മക്കളെ. ലൈക്കും ചെയ്തോളിട്ടോ. അതങ്ങ് തൊട്ടോളിന്ന്, ആ ലൈക്കിൻ്റെ ബട്ടൺ ഒന്നങ്ങ് തൊട്ട് കൊടുത്താൽ മതി. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമുക്കിവിടെ സുഖമാണ് കേട്ടോ. നമ്മളിവിടെ ഇന്ന് കുടകിൽ കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല, കുട്ടികളൊക്കെ ഉണ്ട്. സമയം 10-11 മണിയായി കേട്ടോ. മക്കളെ നാശ്ത കഴിക്കുമ്പോഴല്ലോ രാവിലെ എണീച്ചിട്ട് കടന്നിടം ഉണ്ടാതെ എത്താപ്പത് എണീച്ചിട്ടുണ്ടെങ്കിൽ എപ്പം നോക്കിയാലും തന്നെയല്ല പണി. പാത്രം നിൽക്കുക, അടിച്ചു വരാം. അപ്പോൾ ഞാനും വിചാരിച്ച് രാവിലെ 5 മണിക്ക് ഉണ്ടാകാറ് കടന്ന് 8 മണി 9 മണിയാകുമ്പോൾ എണിച്ച് ഇങ്ങനെ നാഷ്ടാക്കി കുട്ടികൾക്ക് കൊടുത്ത് ചോറിനും വെള്ളം വെച്ച് അരിയിട്ട് നാഷ്ടാക്കാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ പാത്രത്തിലൊന്നും എടുക്കാൻ നിന്നിട്ടില്ല, ഇവിടെ തന്നെ ചട്ടി കൊടുന്ന് വെച്ച് കുട്ടികൾ തിന്നിട്ട്. പിന്നെ ഇനി ഇവിടെ നല്ല കാലാവസ്ഥയൊക്കെ ഫുള്ള് മയമോടോ ഇതൊക്കെയാണ് കേട്ടോ. എന്താ കാലത്തിൻ്റെ ഒരവസ്ഥ. മഴക്കാലമൊന്നുമില്ല, വേനൽക്കാലമൊന്നുമില്ല. ഏതെങ്കിലുമൊക്കെ കാലത്ത് നമ്മളിവിടെ മക്കളെ കണ്ടം കൊയ്യാനയക്കുക, കാപ്പി പറിക്കുക, അടക്ക പറിക്കുക, കുരുമുളക് പറിക്കാനയക്കുക. മഴയാണെങ്കിൽ ഇങ്ങനെ മൂടിപ്പിടിച്ച് നിൽക്കുന്നുമുണ്ട്. എത്രയോ ആൾക്കാർ കാപ്പിയും കുരുമുളകും ഇതൊക്കെ പാട്ടത്തിന് എടുത്തിട്ടുണ്ടാവും കേട്ടോ. അടക്കമൊക്കെ എടുത്ത ആൾക്കാരുണ്ട്. എൻ്റെ അളിയനൊക്കെ അടക്കെടുത്ത് എല്ലാവർക്കും പടച്ചോന് ബർക്കത്ത് കൊടുക്കട്ടെ. പിന്നെ വേറെ എന്തൊക്കെയാണ് നോക്കണേ. ഇന്ന് ഞാൻ ഓൺ വോയിസ് ഇട്ടിട്ടോ, അത് വോയിസ് ഓവർ കൊടുക്കാൻ നോക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണോ രസമൊന്നുമില്ലാതെ. പിന്നെ ഞാൻ ഇന്നലെ ഹോം ടൂറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്തിട്ടോ. എനിക്കറിയാം നിങ്ങളെന്താ കമൻറ്റ് ചെയ്താത്തത്. ഞങ്ങൾക്ക് എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല പറഞ്ഞിട്ടല്ലേ.
എൻ്റെ വിശേഷം ഇതൊക്കെയാണ് കേട്ടോ. നേരം വെളുക്കുക, പേരൻ്റെ പണിയെടുക്കുക, മക്കളെ നോക്കാം. നമ്മൾ സ്ത്രീകൾക്ക് ഇതൊക്കെ തന്നെയാണല്ലേ. നിങ്ങളെ വിശേഷങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കും കേട്ടോ. പുതിയ വീഡിയോ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.